വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി പാൽക്കറിയാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 5 മുട്ടയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും വേണമെങ്കിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം അരിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് അരിഞ്ഞതിന് ശേഷം വേവിച്ചെടുത്താലും മതി. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങും പുഴുങ്ങിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ മുട്ടയും ഉരുളക്കിഴങ്ങും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കണ്ടോ, മുട്ട നമുക്ക് അതിൻ്റെ തോല് കളഞ്ഞെടുക്കാം. മുട്ടത്തോട് കണ്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും ഇതുപോലെ തോല് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും അരിഞ്ഞെടുക്കാം. പുഴുങ്ങി ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഓരോന്നും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പാൻ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതേപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള കേട്ടോ, വലിയ സവാള. ചെറിയ സവാളയാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുക്കാം. ഇതൊരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. സവാള പകുതി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് ചതച്ചതും അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തൊന്ന് ശരിക്കും പോകണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പൊടികൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലെ സിമ്മിലേക്ക് ആക്കുന്നത് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ഇടാം. 1 തക്കാളി മതി കേട്ടോ. നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1 മുറി നാളികേരം അരച്ചു പിഴിഞ്ഞ് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാല് 1.5 കപ്പുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ്
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാൻ. ഇനി നമുക്ക് അത് തിളച്ച് വരുമ്പോഴേക്കും മുട്ട 2ആയി മുറിച്ച് വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങിലൊക്കെ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്, ഒന്ന് കുറുകിയിട്ടുണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമ്മളൊരു 1.5 കപ്പ് ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ചത് ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം 2ആം പാലാണ്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 6-7 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും. കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറിയൊരു ടിപ്പുണ്ട്. അതിലേക്ക് അല്പം പിരിയമുളക് പൊടി ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ലൊരു ഭംഗി കിട്ടും. അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്. എന്നിട്ടും കണ്ടോ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാനിൻ്റെ ചൂട് കൊണ്ട് അത് കറക്റ്റായിട്ട് മുരിഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഉള്ളി കാച്ചിയത് കറിയിലേക്ക് ഇടാം. അപ്പോൾ ആ മുളക് പൊടിയും കൂടെ ഒന്ന് നമ്മൾ മൊരിച്ചിട്ടപ്പോൾ കറിക്ക് ഒന്നുകൂടെ ഒരു ഭംഗി വന്നില്ലേ, അല്ലെങ്കിൽ ഒരു മഞ്ഞ കളർ പോലെ ഇരിക്കും. ഇനി നമുക്ക് ഓരോ എഗ് പീസും ഇതിൻ്റെ മീതെ വയ്ക്കാം. ഇനി നമുക്ക് ഈ എഗ്ഗിൻ്റെ മേലേക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ഗ്രേവിയൊക്കെ നമ്മൾ കഴിക്കുമ്പോഴേക്കും ഇതിലേക്ക് ആയിക്കോളും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി പാൽക്കറി വെച്ചത്? വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അങ്ങനെ എന്തിൻ്റെ വേണമെങ്കിലും